യുഎഇയിൽ അതിശക്തമായ മഴ. ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിൽ മഴയെ തുടർന്ന് നിരവധിയിടങ്ങളിൽ വെള്ളം കയറി. മോശം കാലാവസ്ഥ ഷാർജ വിമാനത്താവളത്തിൽ നിന്നുമുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. നിരവധി ഓഫീസുകൾ ജീവനക്കാരെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രാദേശിക സമയം രാവിലെ ഏതാണ്ട് 9:30 കൂടിയാണ് യുഎഇയിൽ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തുടങ്ങിയത്. ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോഴും ഇതുപോലെ മഴ തുടരുന്നുണ്ട്. ദുബായ് മീഡിയ സിറ്റിയിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. നല്ല ശക്തിയിൽ തന്നെയാണ് ഇപ്പോഴും മഴ തുടരുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി ഇടങ്ങളിൽ വെള്ളക്കെട്ടുകളുണ്ടായി. ചിലയിടങ്ങളിൽ ഈ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. പ്രധാനമായും ഷാർജ വ്യവസായ മേഖലയിലാണ് അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത്. സ്ഥാപനത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ദുബായിൽ നിരവധി ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. അൽനാദ 2, അതോടൊപ്പം തന്നെ കിസൈസ്, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഇങ്ങനെ ജുമൈറ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ സിറ്റിയിലും ശക്തമായിട്ടുള്ള മഴ ലഭിച്ചു. അബുദാബിയിൽ നഗരത്തിലടക്കം ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മഴയെ തുടർന്ന് പല വിമാന സർവീസുകളെ ഈ മഴ മോശമായ കാലാവസ്ഥയൊക്കെ ബാധിച്ചു. ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നുമുള്ള ചില വിമാന സർവീസുകൾ വൈകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ യാത്രക്കാരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ നോക്കി വിമാനത്താവളത്തിൽ എത്തണമെന്നുമുള്ള ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പല ഓഫീസുകളിലും എത്തിയിട്ടുള്ള ജീവനക്കാരോട് തിരിച്ചു പോകാൻ അധികൃതർ ആവശ്യപ്പെട്ടു. കാരണം വെള്ളക്കെട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വീടുകളിലേക്ക് എത്താൻ ഇവർക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം നൽകി പല ജീവനക്കാരോടും വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. ഏതായാലും അധികൃതരും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. ശക്തമായിട്ടുള്ള മഴ വിവിധ എമിറേറ്റുകളിൽ ഇപ്പോഴും തുടരുകയാണ്.